തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജേണി, നമ്മുടെ പേഴ്സണൽ ലൈഫ്, ബിസിനസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് അതൊരു യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ. പക്ഷെ എന്തായാലും 4 കൊല്ലത്തോളമായി ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നൊരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്തായാലും ഇപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് പോലെ പുതിയ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു ജേണി റെക്കോർഡ് ചെയ്യണം. അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് അത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന നിങ്ങൾക്കും ഞങ്ങളെ ജേണി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ, ഒരു പാത്തുമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു പോയിന്റ് കൂടിയാണ്. കാരണം ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റഡ് ആയിട്ടും കാര്യങ്ങളായിട്ടും ഒന്നും റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നൊരു സംഭവം, ഉപദേശം, അല്ലെങ്കിൽ ഇന്നൊരു തീമിൽ ചെയ്യാമെന്നുള്ള പ്ലാനൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങളുടെ ഡെയിലി ബിസിനസ് റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് ഞാൻ തന്നെ അത് എല്ലാ ദിവസവും എൻ്റെ വീഡിയോസ് കണ്ട് എഡിറ്റ് ചെയ്ത് അതൊരു കംപ്രസ്ഡ് ആക്കി ഒരു കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കട്ട് ചെയ്ത് ഇടാമെന്നുള്ളതാണ് വിചാരിക്കുന്നത് ഞാൻ. അപ്പോൾ എനിക്കും എൻ്റെ ജേണി റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു എന്തൊക്കെയാണ് ഒരു ദിവസം നടന്നത്, എന്തൊക്കെ ഞാൻ പഠിച്ച് എന്നുള്ള കാര്യങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പനമ്പള്ളി നാട്ടിലേക്ക് ഇപ്പോൾ ഓഫീസ് മാറിയിട്ടുണ്ട്, ഒരു ചെറിയ ടീമിനെ ഹയർ ചെയ്തിട്ടുണ്ട്. പല മേഖലകളിൽ, പ്രത്യേകിച്ച് ഇപ്പം ഫിനാൻസ്, അക്കൗണ്ടിങ് ഒന്ന് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു, കണ്ടന്റ് ക്രിയേഷൻ ടീം ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നു, പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയൊരു ഇയറിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. അപ്പം ഇത്ര നാളത്തെ ജേണി റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ വിചാരിച്ചില്ല നമ്മൾ ഇത്ര പോലും ഗ്രോ ചെയ്യുമെന്നും ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആയിരിക്കുന്നു നമ്മൾ ഈ ജേണിയും അതുപോലെ തന്നെ ഇതിലൂടെ പഠിച്ച കുറേ പാഠങ്ങളൊക്കെ. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ആ ഫുട്ടേജൊക്കെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ, അന്ന് പഠിച്ച പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ, ഇതിൽ റെക്കോർഡിങ് ചെയ്ത് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നന്നായെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കഴിഞ്ഞ് ഇനി പിന്നെയുള്ള ജേണിയെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ട് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ബേസിക്കലി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഓണ്ടർപ്രണർ തന്നെയാണ്, ബിസിനസ് തന്നെയാണ് എൻ്റെ പ്രൈമറി ഫോക്കസ്. പക്ഷേ ഒരു ഫിലിം മേക്കിങ്ങിനോടൊരു ഇഷ്ടവും കൂടിയുണ്ട്. അതൊരു പാഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം, പക്ഷെ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോഴും കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇനീഷ്യലി ഞാൻ തന്നെ ചെയ്യാമെന്നും വിചാരിക്കുന്നു. എന്തൊരു പുതിയ കാര്യം ചെയ്യുമ്പോഴും തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടന്റ് ഇതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യണ കേസിലാണെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്ന് പറയാം. കാരണം ശീലമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും റെക്കോർഡ് ചെയ്ത് പോവുക എന്നുള്ളത്. പക്ഷെ അത് പയ്യെ അത് ശീലമാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ബിസിനസ്സിലാണെങ്കിലും തുടക്ക കാലഘട്ടത്തിൽ ചെയ്ത പല കാര്യങ്ങളും, നമുക്ക് തുടക്കത്തിൽ നല്ല ടഫായിട്ട് തോന്നിയ പല കാര്യങ്ങളും, അതിന്ന് ഇപ്പം ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ അത്ര ടഫല്ല, നമുക്കത് ശീലമായി. അതുപോലെ തന്നെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ ജേണിയും ഇതുപോലെ തന്നെ ഒരു പാർട്ടായി പോകുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ബിസിനസ്സും അതുപോലെ തന്നെ കണ്ടന്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ പ്രൈമറിലി ഒരു ഓണ്ടർപ്രണർ തന്നെയാണ്, ബിസിനസ് തന്നെയാണ് നമ്മുടെ പ്രൈമറി ഫോക്കസ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിനൊരു സമയം, പിന്നെ കണ്ടന്റിന് വേണ്ടി രണ്ടാമത് വേറൊരു സമയം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നുമില്ല, രണ്ടും ഒന്നായിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു റിയൽ ജേണി അത് ഇതുപോലെയുള്ള ലോ മൂമെൻറ്റ്സ് ആണെങ്കിലും, പ്രത്യേകിച്ച് ഇപ്പോഴാണെങ്കിലും ഇതൊരു നല്ലൊരു മൂഡല്ല ഞാനിന്ന്. കാരണം നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ആയിരുന്നില്ല. പിന്നെ കുറച്ച് ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിസിനസ്സിൽ. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്യും നമ്മൾ. പക്ഷേ എല്ലാ ദിവസവും നല്ല മൂഡും നല്ല ഇതുമായിരിക്കില്ല. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇത്ര നാളായിട്ട് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും റെക്കോർഡിങ് ഞാൻ സാധാരണ ഇങ്ങനത്തെ ഒരു നോർമൽ ഡേയിൽ ഇപ്പോൾ നമ്മൾ നല്ല മൂഡില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ റെക്കോർഡ് ചെയ്യുമല്ലോ. പക്ഷെ ഇന്ന് അങ്ങനെ ആവരുത്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ അവസ്ഥയാണെങ്കിലും ചെയ്യണം, അത് മുന്നോട്ട് പോകണം. പിന്നെ അത് റെക്കോർഡും ചെയ്യണം, ഇതുപോലെ തന്നെ ജേണി റെക്കോർഡ് ചെയ്യണം. ഞാൻ പറഞ്ഞാൽ ഈ ഡൗൺ പോയിന്റിലും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തായാലും ഇതൊരു ജേണിയുടെ ഒരു സ്റ്റാർട്ടായിട്ട് വരട്ടെ. അപ്പം ഇനി ഓരോ ഡേ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മുടെ ബ്രാൻഡിൻ്റെ കുറച്ച് കണ്ടൻറ്റൊക്കെ ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. അത് ത്രൂ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരണം, ബ്രാൻഡ് ഒന്ന് വലുതാക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. അതിനി വരും ദിവസങ്ങൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡിസ്കഷൻസും പ്ലാനിങ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ എക്സിക്യൂഷനാണ് മെയിൻ. അതിലേക്ക് നമ്മൾ പയ്യെ ആയി വരും. അതിൻ്റെ ജേണി എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നത്.